സൈക്കിൾ അഭ്യാസം കാണിച്ചപ്പോഴേ മറിഞ്ഞു വീണ് മുട്ടുപോതി ഇവൾക്കാ. മര്യാദക്ക് സോറി പറയട്ടോ. നിനക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ട? നിനക്ക് അവനോട് പ്രേമം? നായികയ്ക്ക് നായകനോട് പ്രേമം തോന്നുന്നു, അതുപോലെ എനിക്ക് അവനോടൊരു ഇഷ്ടം, മുടിഞ്ഞ ഇഷ്ടം. നീ എന്തേ പറയണത്? സത്യമാണോ? അതേടാ അമൂലെ, ഈ പകല് പോലെ സത്യം. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കായിരുന്നു. അത് കളഞ്ഞിട്ട് എന്റെ നല്ല ഫുഡ് നിനക്ക് തരാൻ വേണ്ടിട്ടായിരുന്നു. പിന്നീട് അത് ഓർത്ത് എനിക്ക് സങ്കടം വന്നു. കറക്റ്റ്. കുട്ടികൾ ഇപ്പോഴും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ സംശയം. അതവൻ മനഃപൂർവ്വം ചെയ്താണ്. അവന്റെ വരവ് എല്ലാവരും എന്ന് ഓർമ്മിക്കാൻ. സാർ പറഞ്ഞതിലും കാര്യമുണ്ട്. 2 ലക്ഷം രൂപയോളമാണ് നമ്മുടെ സ്കൂളിൽ പുതിയൊരു അഡ്മിഷന് വേണ്ടിയുള്ള ഡൊണേഷൻ മാത്രം. എന്റെ കർത്താവേ, നിന്റെ ഓരോ മറിമായങ്ങളെ. ഇവിടെ നിന്ന് ചെറുക്കൻ ഒളിച്ചോടിയ അന്ന് തന്നെ ഇവൻ വന്നു. ഇതിപ്പോ 10 പൈസ കൊടുക്കാൻ വേണ്ട. ഈശോയെ, ഈ ചെറുക്കനും ചാടി പോവാൻ തോന്നരുതേ. മിസ്റ്റർ ഫെർണാണ്ടസിന് ബാബു എന്നൊരു PA ഇല്ല. അച്ഛന്റെ യൂണിയൻകാരാ ട്രാൻസ്ഫർ ശരിയാക്കി തന്നത്. അവര് തന്നെയാ പറഞ്ഞത് അങ്ങനെ ഒരു PA ഇല്ലെന്ന്. ഒരു ജെറോമിയല്ല, 1000 ജെറോമിമാർ വന്നാലും ഈ മാർട്ടിൻ പേടിക്കില്ല. കാരണം മാർട്ടിന് 2 പേരെ മാത്രമേ പേടിയുള്ളൂ. ഒന്ന് ഫാദർ ജോസഫ് പുരയിടം, മറ്റേത് ഈ മാർട്ടിനെ തന്നെ, അവന്റെ പുകയുന്ന മനസ്സിനെ. ഇതിന് രണ്ടിനുമല്ലാതെ മറ്റൊരു ശക്തിക്കും മാർട്ടിനെ തകർക്കാനാവില്ല. എനിക്കറിയില്ല ഒന്നും. ആരാണിത് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ഞാൻ ആര് പറയുന്നത് വിശ്വസിക്കും? ഒന്നെനിക്കറിയാം, അത് ചെയ്തത് ആരാണെങ്കിലും റോയ് സാറിനെ അപമാനിക്കാൻ ചെയ്ത ആ പാതകത്തിൽ വീണുപോയത് ഞാനാ. Butterflies. Something different. അവന് കൊടുക്കാൻ ഞാനൊരു സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. തീറ്റ പ്രിയനായ അവനെ തീറ്റ കൊണ്ട് തന്നെ വീഴ്ത്തണം. അതെങ്ങനെ? അതൊക്കെയുണ്ട്, നീ കാത്തിരുന്ന് കണ്ടോ. ഈ ഫുഡ് അവൻ തിന്നാ പിന്നെ ലൂസ് മോഷനായിട്ട് അവന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ നോക്കിക്കോ, ഇന്ന് ആ അമൂൽ ടോയ്ലറ്റുകളൊക്കെ പറന്നു നടക്കും. സംഗതി സൂപ്പർ. ആ തീറ്റപ്പണ്ടാരത്തിന് കൊടുക്കാൻ ഇതിലും നല്ലൊരു ശിക്ഷയില്ല. പക്ഷേ അവന്റെ അടുത്ത് ഇത്തിരി വേഷം കെട്ടൊക്കെ വേണ്ടി വരും. അതൊന്നും സാരമില്ല, അവൻ ഇനി ആരെയും പറ്റിക്കരുത്, അത്ര എനിക്കുള്ളൂ. മമ്മൂട്ടിയുടെ ആ പെർഫോമൻസ് തകർത്തു. എന്തായാലും ആ 1000 തീർന്നു. ഇനി സിനിമ ആണെങ്കിൽ പുട്ടടിക്കണമെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡേഷനുമായി വരണം. അവളുടെ അച്ഛന്റെ ട്രാൻസ്ഫർ ശരിയായില്ലെങ്കിൽ അമൂലെ നിന്നെ അവൾ ശരിയാക്കും. ഒന്ന് പോടി അവിടുന്ന്. അയാൾക്ക് യോഗം ഉണ്ടെങ്കിൽ അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എടാ ജിഷ്ണു, ഒന്ന് നിന്നേ. അയ്യോ, ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാ. നമുക്ക് പിന്നെ കാണാം. എന്നെ PT സാറ് വിളിക്കുന്നു. PT സാറേ ഒന്ന് നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്ന് നിക്ക്. എടാ, എന്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി. അതേടാ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അതിന്റെ സന്തോഷത്തിന് ഞാൻ നിനക്ക് ട്രീറ്റുമായിട്ട് വന്നതാ. ട്രീറ്റോ? അതെ, ദാ ഫ്രൈഡ് റൈസ്. ഇതൊക്കെ നേരത്തെ പറയണ്ടേടി. നീ എന്തിനാ ഞങ്ങള് നേരത്തെ വിളിച്ചപ്പോ ഓടിയത്? അത് പിന്നെ PT സാറ് വിളിച്ചപ്പോ. എന്നിട്ട് ഇപ്പൊ PT സാറിന്റെ അടുത്ത് പോണ്ടേ? അല്ല, തന്നെ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് കഴിച്ചിട്ട് പോകുന്നല്ലേ, അതല്ലേ അതിന്റെ ഒരു മര്യാദ. അത് ശരിയാ. നീ എന്റെ അച്ഛന് വേണ്ടി നടത്തിയ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ കണ്ണു നിറയും. അതുകൊണ്ട് ഞാൻ നിനക്ക് ഫ്രൈഡ് റൈസാ കൊണ്ടുവന്നിരിക്കുന്നേ. ഇത് മുഴുവനും നീ കഴിക്കണം. അപ്പൊ ഞങ്ങൾക്കോ? നിങ്ങൾക്കുള്ളത് പിന്നാലെ വരും. ഇപ്പോ ഇവരുള്ളത് മാത്രം. ധന്യേ, ബെല്ലടിക്കുന്നതിന് മുമ്പ് വേഗം അതവന് കൊടുക്ക്. അതവൻ ഇവിടെ വെച്ച് തന്നെ കഴിക്കട്ടെ.
അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്ന ഒരു സ്പൂൺ പോലും അവന് കിട്ടില്ല. പാവം. വാ. അങ്ങനെ അവരുടെ കാര്യം ഓക്കെ ആയി. മോളെ രശ്മി, നീ എന്നാടി എനിക്കൊരു ഫ്രൈഡ് റൈസ് ഒക്കെ തരുന്നത്? അതിന് നീ എനിക്ക് ഉപകാരമൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഓ എടാ, ഇങ്ങനെ സ്വർഗത്തിലെ കട്ടറുമ്പായി നമുക്കിവിടെ നിക്കണ്ട. ബാ, നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം. അവരിച്ചിരി പഞ്ചാരൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കട്ടേന്നേ. എന്റെ കർത്താവേ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാക്കയെ പോലെ തീറ്റയും അപ്പിടലും മാത്രമുള്ള ഇവനിൽ ലൈൻ, ഞാൻ മാത്രം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. എന്റെ അച്ഛനെ നീ രക്ഷിച്ചതോടെ നിന്നെ കുറിച്ചുള്ള ചിന്തകളാ എന്റെ മനസ്സ് നിറയെ. ഇത് മറ്റാർക്കും കൊടുക്കാതെ നീ തന്നെ മുഴുവൻ കഴിക്കണം. ഇത് നിറയെ എനിക്ക് നിന്നോടുള്ള ലവ്വാ, പ്രേമോ. കഴിക്കേ. മുഴുവൻ കഴിക്കണം. ഇനി നീ ഇത്തിരി കഴിക്കേ. അയ്യോ, അത് വേണ്ട. അതെന്താ? അല്ല, ഞാനിത് എന്റെ അമൂലിനെ കൊണ്ടുവന്നതല്ലേ. അമൂല് തന്നെ മുഴുവനും കഴിക്കണം. അമൂലിന്റെ വയറ് നിറഞ്ഞ എന്റെ വയറ് നിറഞ്ഞ പോലെ തന്നെയാ. നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു നോക്കിയതാ. ശരിയാ, ഇനിയാണല്ലോ നമ്മുടെ ലവിന്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അതെങ്ങനെ? എന്താ മോലെ, എന്തു പറ്റി? ഒന്നുമില്ല, വയറ്റിനൊരു ഒരു വേദന പോലെ. ഗ്യാസിന്റെ ആയിരിക്കും. ഞാൻ പിന്നെ വരാം, നീ പോയിക്കോ. അത് ശരിയാവില്ല. നമുക്ക് ഇപ്പൊ തന്നെ പ്രേമം തുടങ്ങണം. അത് പറ്റില്ല, നീ പൊക്കോ, വേഗം പൊക്കോ. ആരെങ്കിലും കണ്ട നീ പൊക്കോ, നീ പോകാൻ. ആരെങ്കിലും കണ്ടാലെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ പോവൂല. എനിക്ക് പ്രേമം തുടങ്ങണം. ഈ പെണ്ണ്, നമുക്ക് പിന്നെ പ്രേമിക്കാം. എങ്ങോട്ടാ ഓടുന്നേ? എന്നെ ലൈനാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നു. അത് ശരിയാവില്ല. ഞാൻ മോളടുത്തേക്ക് നീ വന്നാലേ ഒട്ടും ശരിയാവില്ല. നിക്ക് നിക്ക്, എടാ നിക്കാൻ. എങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ. നിക്കാൻ, നിന്നോടല്ലേ നിക്കാൻ പറഞ്ഞു. എങ്ങോട്ട് പോകുന്നെന്ന് പറ, ഞാനും വരാം. എങ്ങോട്ട് പോകുന്നെന്ന് പറ, ഞാനും വരാന്ന്. പോവാൻ പറഞ്ഞു. ഇതിപ്പോ ഇവിടെ ഒന്നും ഇരിക്കാൻ എന്റെ ഭഗവാനെ രക്ഷിക്കണേ.
ഭഗവാനെ, എന്റെ പാന്റ് ഷർട്ടും ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഭഗവാനെ, ആരും വരല്ലേ. എന്താണ് ഇത്? നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഈ ആദിവാസ പരുവത്തില്? അല്ല, അത് പിന്നെ beggar. ഒരു സ്റ്റുഡന്റിനേക്കാൾ നിനക്ക് ചേരുന്നത് ഈ വേഷം തന്നെയാ, തൂപ്പുകാരന്റെ വേഷം. അല്ല, നിന്റെ ഡ്രസ് കോഡും അതിന് യോജിച്ചോ തന്നെ? എന്നാലും ചോദിച്ചോട്ടെ, നീ എന്തായി കാണിക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. ഞാനതുകൊണ്ട് ഈ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് പെറുക്കി കളയായിരുന്നു. നീ ആര്? പുണ്യാത്മാവ്? എടാ മണ്ട, ഇതിനൊക്കെ കൂടിയാ നമ്മളിവിടെ കാശ് കൊടുക്കുന്നത്. ഇവിടെ പഠിക്കുന്നതേ മാസം നല്ല ചൊള എണ്ണി കൊടുത്തിട്ടാ, അല്ലാതെ ഓസിനൊന്നല്ലോ. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ ഞങ്ങളുടെ കാര്യം. അല്ല, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എടാ ബെഗറെ, നീ ഇവിടെ പഠിക്കുന്നത് മിക്കവാറും ഓസിനായിരിക്കും. അപ്പൊ പിന്നെ ഇത് മാത്രല്ല, മിക്കവാറും ടോയ്ലറ്റ് കൂടി ക്ലീൻ ചെയ്യേണ്ടി വരും. എടാ ബെഗറെ, ഇതിലും നല്ലൊരു പണി ഞാൻ നിനക്ക് തരാം. പണി മാത്രമല്ല, താമസിക്കാനുള്ള ഒരിടവും മാന്യമായ ശമ്പളവും തരാം. പിന്നെ നിനക്കിവിടെ വന്ന് പരസഹായം കൂടാതെ, അതായത് ആരുടെ മുമ്പിലും പിച്ച് തണ്ടാതെ പഠിക്കും ചെയ്യാലോ. അവിടെ എന്റെ ബംഗ്ലാവില് ഇയാള് പട്ടികളെ കുളിപ്പിക്കാനും അപ്പി കോരാനും മാത്രം 2 പണിക്കാരാ. 5000 രൂപയാ ശമ്പളം. തീറ്റ വേറെ. അതിലൊരാള് പനി പിടിച്ച് കിടക്കുക. ആ പോസ്റ്റ് എപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ആ പണി നിനക്ക് തരാം. എന്തു പറയുന്നു? മാത്രമല്ല, ഞാൻ എന്റെ പപ്പയോട് റെക്കമെൻഡ് ചെയ്യാം. നന്ദി. നീ ആ ജോലി എനിക്ക് തന്നാ ഞാനത് സന്തോഷത്തോടു കൂടി ചെയ്യും. ഞാനിപ്പോ ഒരു ചായക്കടയിലാ നിൽക്കുന്നേ. അവിടുത്തെ എല്ലാ പണിയും തീർത്തു വച്ചിട്ടാ ഞാൻ സ്കൂളിലേക്ക് വരുന്നത്. നിന്റെ ബംഗ്ലാവിലേക്ക് ഒരു 10-20 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. നീ ഈ പറഞ്ഞ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ജോലി ചെയ്യാനും ഞാൻ തയ്യാർ. അത് ശരി. അപ്പോ എന്ത് ജോലി നീ ചെയ്യും? അതാ നിന്റെ ലൈൻ അല്ലേ?
അതെ, മുമ്പും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. കട്ടപ്പന സ്കൂളിൽ പഠിക്കുമ്പോ വാർക്കപ്പണിക്കൊക്കെ പോവും. അച്ഛനറിഞ്ഞ ചീത്ത പറയുമായിരുന്നു. മതി, നിന്റെ സെന്റിമെന്റ്സ് കേൾക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അതൊക്കെ കേൾക്കാനും കണ്ണീര് വാർക്കാനും അവരുണ്ടല്ലോ, ആ സീയും റുക്സാനിയും. നല്ല പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഈ സ്കൂളിലെ പഠിത്തം ഇന്നത്തോട് നിർത്തും. ഒരു ശക്തിക്കും രക്ഷപ്പെടുത്താനാവാത്ത വിധം അവരെ ഞാൻ പൂട്ടിക്കഴിഞ്ഞു. ഒരു ദിവസം, ഒരേ ഒരു ദിവസം, അത്ര മാത്രമേ അവർ ഇനി സ്കൂളിലുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റാർ, ഈ ജെറൂമി ആയിരിക്കും. ഈ ക്യാമ്പസിലെ ഓരോ മൺതരിയും എന്നെ ശ്രദ്ധിക്കും, എന്നെ മാത്രം. പക്ഷേ ജെറോമി, ഇതൊക്കെ നിന്റെ വ്യാമോഹങ്ങളായിക്കൂടെ? അവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ശക്തിക്കും അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. ഭൂമിയിൽ ഓരോ മനുഷ്യനും ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് മൂന്നാമതൊരു കണ്ണുണ്ട്, പ്രപഞ്ച സൃഷ്ടാവിന്റെ കണ്ണ്. ആ കണ്ണുകളെ മറയ്ക്കാൻ നിനക്കാവില്ല, നിനക്കെന്നല്ല ആർക്കും. എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരും. അവരാണത് ചെയ്തെങ്കിൽ മാത്രം അവർ ശിക്ഷിക്കപ്പെടും. അങ്ങനെയല്ലെങ്കിൽ ആർക്കും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിനക്ക് തെറ്റി. അവരിനി ഒരു ദിവസം, ഒരേ ഒരു ദിവസം മാത്രം ഈ സ്കൂളിലുണ്ടാവും. പിന്നെ TCയും കൊടുത്ത് പ്രിൻസിപ്പൾ അവര് പറഞ്ഞു വിടും. അത് നാളെ കണ്ടറിയേണ്ട കാര്യം. ചിലപ്പോ നാളെ വേറെ ചില സംഭവങ്ങൾ ഉണ്ടായാലോ? പുതിയ സംഭവങ്ങളോ? എന്ത് സംഭവങ്ങൾ? ആദ്യം പറഞ്ഞതുപോലെ ദൈവം കണ്ട കാര്യങ്ങൾ അദ്ദേഹം എവിടെയെങ്കിലും ഒരു സാക്ഷിയുടെ രൂപത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സാക്ഷി സകല തെളിവുകളുമായി കടന്നു വന്നാൽ ആരായിരിക്കും ശിക്ഷിക്കപ്പെടുക? സിയും റുക്സാനിയും തന്നെ ആയിരിക്കുമോ? സംശയം എന്താ? അവരെന്നെ അത് ചെയ്തത്. കുറ്റം ചെയ്തവർക്ക് പിന്നാലെ സത്യത്തിന്റെ കണ്ണുകൾ എന്നും പരിധി നടക്കുന്നുണ്ടാവും. ബെഗർ, നീ വിചാരിക്കുന്നത് പോലെ ഇവിടെ നീ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ അവര് കിടക്കയും പെട്ടി എടുത്തോണ്ട് പൊടിയും തട്ടി സ്ഥലം ഖാലിയാക്കും. നീ അത് കണ്ടോ? നല്ലത്. അവരാണത് ചെയ്തെങ്കിൽ അവർക്കതിന് ശിക്ഷ തീർച്ചയായും കിട്ടണം. പാപം ചെയ്യുന്നവന് നരകം. അതിപ്പോൾ ഈ ഭൂമിയിലാണെന്ന് മാത്രം. അവർ ഈ സ്കൂളിൽ പടിയിറങ്ങിക്കഴിഞ്ഞ പിന്നെ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ ജെറൂമി. ചെറുകാലം ചെമ്മാനം തൊട്ടുപായുമ്പോൾ ചിറകേകും പലമോഹം ഈ ഹൃദയം ചൊല്ലുമീ നേരം.